കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു പരിധി വരെ താങ്ങി നിർത്തുന്നത് ഫോറിൻ റെമിറ്റൻസസ് ആണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തന്നെ മധ്യപൂർവ്വ പ്രദേശത്ത് GCC മേഖലയിലുള്ള 6 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാരതീയർ താമസിക്കുന്ന ജോലി ചെയ്യുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഏതാണ്ട് 1 കോടിയോളം, അത് 93 ലക്ഷം എന്ന് പറയാം, 93 ലക്ഷം പ്രവാസികളാണ്, ഇന്ത്യൻ പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിലായി മധ്യപൂർവ്വ പ്രദേശത്തുള്ളത്. അതിലാണ് ഏറ്റവും കൂടുതൽ UAE. അപ്പോൾ UAE-യുടെ സമ്പദ് വ്യവസ്ഥ ശിഥിലമാവുകയാണെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി അന്തരീക്ഷം, അല്ലെങ്കിൽ വ്യാപാര അന്തരീക്ഷം, അല്ലെങ്കിൽ ഹോട്ടലുകൾ, അവിടുത്തെ ഓക്യുപ്പൻസി റേറ്റ്, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം കുറഞ്ഞു വരികയാണെങ്കിൽ സ്വാഭാവികമായി അതിന്റെ ഫോളോ ഔട്ട്സ് ഉണ്ടാവുന്നത് പ്രവാസികൾക്ക് മേലെയായിരിക്കും ആദ്യം. അതുകൊണ്ട് തീർച്ചയായും അതൊരു ഗൗരവപരമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം വലിയ ചോക്ക് പോയിന്റ് ആണ് ഹോർമോസ് എന്നത് വീണ്ടും ഇത്തരണത്തിൽ ഒന്നുകൂടി ഓർക്കണം. ഹോർമോസിലൂടെ സുഗമമായ കപ്പൽ ഗതാഗതം സാധ്യമാകും എന്ന പ്രതീക്ഷയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഏതാണ്ട് $120 ഉയർന്ന ഒരു ബാരലിന് ഉയർന്ന എണ്ണവില ഘട്ടം ഘട്ടമായി കുറഞ്ഞ് ഏതാണ്ട് $72 പെർ ബാരൽ വരെ എത്തിയതാണ്. അതിപ്പോൾ വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. 92. ഇപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വില ഏറ്റവും ലേറ്റസ്റ്റ് ആയി നോക്കുമ്പോൾ $92 പെർ ബാരൽ. അപ്പൊ ഇത് പിടിവിട്ട് പോവുകയാണെങ്കിൽ ഗ്ലോബൽ ഇക്കോണമി വീണ്ടും അവതാളത്തിലാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് കേരളത്തെയോ ഇന്ത്യയോ മാത്രമല്ല, അമേരിക്കയെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു. അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 29% ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ജീവിത നിലവാരം, സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്റ്റ് തന്നെയാണ്. ഹോർമോസ് മേഖല സംഘർഷപൂരിതമായി തുടരുകയാണെങ്കിൽ, ദീർഘകാലം തുടരുകയാണെങ്കിൽ എണ്ണ വ്യാപാരത്തിന് പുതിയ പന്ഥാവുകൾ തേടാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യയും UAE-യും ഒക്കെ. ഇപ്പോൾ തന്നെ ജപ്പാനിൽ ഏതാണ്ട് 800 കോടി ബാരലിന്റെ ഒരു റിസർവ് ശേഖരം സൗദി അറേബ്യക്ക് ഓൾറെഡി ഉണ്ട്. അത് 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സമാധാന കാലത്ത്, അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോകാവുന്ന സമയത്ത് പരമാവധി ക്രൂഡ് ഓയിൽ ജപ്പാനിലെത്തിക്കുകയും അവിടെ സ്റ്റോർ ചെയ്യുകയും. അതുപോലെ തന്നെ UAE-ക്ക് ഒരു പദ്ധതിയുണ്ട്. സൗത്ത് കൊറിയയിൽ വലിയ സംഭരണശാലകൾ തുറന്ന് ഈസ്റ്റ് ഏഷ്യയിൽ വലിയ രീതിയിൽ ഗൾഫ് എണ്ണ ഹോർമോസും ചെങ്കടലും കടന്നുകൊണ്ട് ആ എണ്ണ എത്തിക്കുക എന്ന ഒരു ബദൽ പദ്ധതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാര മാർഗവും സമാന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സൂചന. അപ്പോൾ നിലവിൽ UAE-യെ ഇറാൻ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാനാവില്ല. ഒരു ലാർജർ പിക്ചറിൽ ഈ കാര്യങ്ങൾ ചേർത്ത് വായിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും ഒരു കാര്യം കൂടെ, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും താരതമ്യപ്പെടുത്തുന്നത്, അല്ലേ? പക്ഷെ അതല്ല ഒരു നിജസ്ഥിതി എന്ന് മനസ്സിലാക്കുന്ന ഇത്രത്തോളം ഇനി അവർ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇത് ഇപ്പോൾ എത്രത്തോളം വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും മലയാളികളെ ബാധിക്കുന്നില്ല എന്നൊരു ചിന്താഗതി ചിലർക്കെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. അത് ഓവർ ഓപ്റ്റിമിസം എന്ന് പറയും. കാരണം എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും, തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ല എന്നത് ഹ്രസ്വകാലത്തേക്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ അത് ഓക്കെയാണെന്ന് തോന്നാം. കാരണം നമുക്ക് അവരുടെ റെസിലിയൻസ് ഉണ്ട്, ഭാരതത്തിനൊരു റെസിലിയൻസ് ഉണ്ട്, കേരളത്തിന് അതിൻ്റെതായ ഒരു ബഫർ കുഷനിങ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ കേരളം പൂർണ്ണമായി സ്വയം പര്യാപ്തമായ ഒരു ഇക്കോണമി അല്ല എന്ന് ഓർക്കണം. വിദേശത്തു നിന്നുള്ള പ്രവാസികളുടെ പണവരവ് കുറഞ്ഞു വന്നാൽ കേരളത്തിന്റെ സമസ്ത മേഖലയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മന്ദത, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരള ഇക്കോണമിയെ വല്ലാതെ ബാധിക്കും. കാരണം ഇതൊരു പ്രൊഡക്ഷൻ ബേസ് അല്ല എന്ന് ഓർക്കണം. ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, കൺസ്യൂമർ ബേസ് മാത്രമാണുള്ളത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇപ്പോൾ തർക്കങ്ങൾ പല രീതിയിലും നിലനിൽക്കുന്നു. കേന്ദ്രം തരാനുള്ള തുകയുടെ ഒരു അംശം മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ എന്ന പരിഭവം കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്കുണ്ട്. അപ്പോൾ പ്രവാസി വരുമാനവും അതിന്റെ സ്പൈറലിംഗ് ഇഫക്റ്റും ഒഴിവായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെയാണ് സ്വർണ്ണവില കുതിച്ചുയരുന്നത്. സ്വർണം ഒരു സ്റ്റെബിലൈസിംഗ് ഫാക്ടറായി പലരും കാണുന്നു. കാരണം മറ്റ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആളുകൾ മാറുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് അയഥാർത്ഥമായ വില നിലവാരത്തിലേക്ക് സ്വർണ്ണ പ്രഷ്യസ് മെറ്റൽസും മാറുകയാണെങ്കിൽ അതും സസ്റ്റൈനബിൾ അല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ സസ്റ്റൈനബിൾ അല്ല. പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെർഷറി സെക്ടർ, അത് സർവീസ് സെക്ടറിനെ ബാധിക്കാനോ ഇതിനെ ഒരു കാരണവശാലും യുദ്ധം ഇടയാകരുത് എന്നതാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. കാരണം 6 മാസത്തിലധികമായി നിരന്തരമായി യുദ്ധസമാനമായ സാഹചര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ February 28, 2026 മുതൽ തന്നെ
പശ്ചിമേഷ്യയിൽ നിരന്തര സംഘർഷമാണ്. അത് അയയുന്നതിന്റെ യാതൊരു സൂചനയും ഇപ്പോഴും കാണുന്നില്ല. ഇറാൻ ഒമാൻ ഡീലായിരുന്നു ഒരു പ്രതീക്ഷ, പക്ഷെ ആ ഡീലിനെ പോലും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തള്ളിക്കളയുന്നു. ഹോർമോസ് പ്രദേശം തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എസ്കലേഷൻ മോഡിൽ തന്നെയാണ് ഇപ്പോഴും വെസ്റ്റ് ഏഷ്യ. അതിന്റെ ഇഫക്റ്റ് ഉറപ്പായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്ന് നിശ്ചയമാണ്. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾ ആവശ്യമായി വരികയാണ്. ഇപ്പോൾ ഇന്ത്യ ഒരു മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധമാകുന്ന രാജ്യമല്ല. കാരണം സിംല കരാർ അനുസരിച്ച് ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്ന ഒരു സങ്കല്പം ഇന്ത്യക്കില്ല. പക്ഷെ ആ പ്രാദേശികമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് സൂചകമാകുന്ന രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.